നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ചന്ദ്രബാബു നായിഡു ആന്ധ്രയെയും മോഹൻ ചരൺ മാജി ഒഡീഷയെയും നയിക്കും. സത്യപ്രതിജ്ഞ ഇന്ന്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും ഒഡീഷ മുഖ്യമന്ത്രിയായി BJP നേതാവ് മോഹൻ ചരൺ മാജിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് 11:27 വിജയവാഡയിലെ ഗണവാരം വിമാനത്താവളത്തിന് സമീപമുള്ള കേസരപ്പള്ളി IT പാർക്കിൽ വെച്ചാണ് ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇത് 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന TK ചാത്തുണ്ണി അന്തരിച്ചു. മുൻ കേരള ഫുട്ബോൾ പരിശീലകനും കളിക്കാരനുമായ TK ചാത്തുണ്ണി അന്തരിച്ചു. ഇന്ന് രാവിലെ 7:45 കറുകുറ്റി അറ്റ്ലസ് അപ്പോളോ ഹോസ്പിറ്റലിലായിരുന്നു അന്ത്യം. ക്യാൻസർ ബാധിതനായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ മരണപ്പെടുകയായിരുന്നു. ഫുട്ബോൾ താരമായും പരിശീലകനായും അരനൂറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ കായിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു TK ചാത്തുണ്ണി. വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ MA ഭരതനാട്യത്തിൽ 2ാം റാങ്കുകാരനായി RLV രാമകൃഷ്ണൻ. MA ഭരതനാട്യത്തിൽ 2ാം റാങ്ക് നേടി RLV രാമകൃഷ്ണൻ കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. വലിയ മാനസിക സംഘർഷങ്ങൾക്കിടെ പരീക്ഷ എഴുതിയിട്ടും റാങ്ക് കരസ്ഥമാക്കിയ വിവരം RLV രാമകൃഷ്ണൻ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. ജമ്മുവിൽ സൈനിക ക്യാമ്പിന് നേരെ ഭീകരാക്രമണം. ഒരു ജവാൻ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്ക്. ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ സൈനിക ക്യാമ്പിന് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു CRPF ജവാൻ കൊല്ലപ്പെട്ടു. ഭീകരർ നടത്തിയ വെടിവയ്പിൽ 5 സൈനികർക്കും ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് വിവരം. LDFിൽ പരിഗണന ലഭിക്കുന്നില്ല. RJD വലിഞ്ഞു കയറി വന്നവരല്ല. MV ശ്രേയാംസ് കുമാർ. രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൽ അസംതൃപ്തി അറിയിച്ച് RJD. ഇടതു മുന്നണിയിൽ പരിഗണന കിട്ടുന്നില്ലെന്ന് RJD നേതാവ് MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. മുന്നണിയിലെ 4ാമത്തെ കക്ഷിയാണ് RJD. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ CPIM മാന്യത കാട്ടണമായിരുന്നു. രാജ്യസഭാ സീറ്റ് കാര്യത്തിൽ ചർച്ച പോലും ഉണ്ടായില്ല. മുന്നണിയിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല തങ്ങൾ, ക്ഷണിച്ചിട്ട് വന്നതാണ്. JDS സാങ്കേതികമായി ദേശീയ തലത്തിൽ BJPക്കൊപ്പമാണ്. കേരളത്തിലെ ഘടകം BJPക്കൊപ്പമല്ലെങ്കിലും അവരുടെ നേതാവ് കേന്ദ്ര സർക്കാരിൽ മന്ത്രിയാണെന്നും ശ്രേയാംസ് കുമാർ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ലീഗ് പതാക. അടിപിടിയിൽ MSF പ്രവർത്തകർക്കെതിരെ പരാതി നൽകി KSU ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ MSF പ്രവർത്തകർക്കെതിരെ കേസ്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനിടെ മുസ്ലിം ലീഗ് പതാക ഉയർത്തിയതിനെ തുടർന്ന് മലപ്പുറം അരീക്കോട് MSF KSU പ്രവർത്തകർ തമ്മിൽ തർക്കവും അടിപിടിയും ഉണ്ടായിരുന്നു. KSU മലപ്പുറം ജില്ലാ സെക്രട്ടറി മുബഷീറാണ് അരീക്കോട് പോലീസിൽ പരാതി നൽകിയത്. ഒരു വർഷത്തെ കാത്തിരിപ്പ്. കുതിരാനിലെ ഇടതു തുരങ്കം ഇന്ന് തുറന്നുകൊടുക്കും. ഗതാഗത കുരുക്കിന് പരിഹാരം. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട കുതിരാനിലെ ഇടതു തുരങ്കം ഇന്ന് യാത്രക്കാർക്ക് തുറന്നുകൊടുത്തേക്കും. ഒരു കൊല്ലക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇടതു തുരങ്കം തുറക്കുന്നത്. തുരങ്കത്തിന്റെ ഉൾവശത്തെ കോൺക്രീറ്റ് ജോലികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ലൈറ്റുകൾ, എക്സോസ്റ്റ് ഫാനുകൾ, അഗ്നിരക്ഷാ ഉപകരണങ്ങൾ തുടങ്ങിയവ പുനഃസ്ഥാപിക്കുന്ന ജോലികളും വശങ്ങളിലും കൈവരികളിലുമുള്ള പെയിന്റിംഗുമാണ് ഇപ്പോൾ നടക്കുന്നത്.
ഇത് ലോക്കൽ ട്രെയിനോ? വന്ദേ ഭാരതിൽ കാല് കുത്താൻ ഇടമില്ല, തിങ്ങി നിറഞ്ഞ് ടിക്കറ്റില്ല യാത്രക്കാർ. റെയിൽവേയുടെ മറുപടി. വന്ദേ ഭാരത് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാത്ത ആളുകൾ തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുന്ന വീഡിയോ പുറത്ത്. പ്രീമിയം സർവീസായ വന്ദേ ഭാരതിലാണ് ആളുകൾ ഇടിച്ചു കയറി യാത്ര ചെയ്യുന്നത്. ലക്നൌവിനും ഡെറാഡൂണിനും ഇടയിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചിനുള്ളിലെ ദൃശ്യങ്ങളാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സംഭവത്തിൽ റെയിൽവേയും പ്രതികരണവുമായി രംഗത്തെത്തി. ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, സഹായിക്കാൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണെന്ന് റെയിൽവേ അറിയിച്ചു. വിദേശ സർവകലാശാലകളുടെ മാതൃകയിൽ വർഷത്തിൽ 2 തവണ പ്രവേശനം നടത്താം, അനുമതി നൽകി UGC. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വർഷത്തിൽ 2 തവണ പ്രവേശനം നടത്താൻ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ അനുമതി. പുതിയ നിർദ്ദേശം അനുസരിച്ച് 2024-25 അക്കാദമിക് വർഷം മുതൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും റെഗുലർ കോഴ്സുകളിൽ സർവകലാശാലകൾക്ക് പ്രവേശനം നടത്താം. 2 തവണയുള്ള പ്രവേശനം നിർബന്ധമല്ലെന്നും ഇക്കാര്യത്തിൽ സർവകലാശാലകൾക്ക് തീരുമാനമെടുക്കാമെന്നും UGC വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.